നീതി ആയോഗിൻ്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഡി ആണ് വരുന്നത്. അപ്പോൾ ഏതൊക്കെ പെടും, ചുമതലകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെയർപേഴ്സൺ സ്ഥാനം അലങ്കരിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാങ്കേതിക സഹായം നൽകുന്നു. സർക്കാരുകൾക്ക് സാങ്കേതിക സഹായം നൽകുന്നു. വിദഗ്ധോപദേശക സമിതിയായി പ്രവർത്തിക്കുന്നു. ഈ മൂന്നെണ്ണം നീതി ആയോഗിൻ്റെ ചുമതലകൾ അല്ലെങ്കിൽ നീതി ആയോഗിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാമ്പത്തിക സഹായം അനുവദിക്കുന്നു എന്നത് തെറ്റായ പ്രസ്താവനയാണ്. കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ്റെ പ്രവർത്തനം സർക്കാർ അവസാനിപ്പിക്കുകയും തൽസ്ഥാനത്ത് 2015 ജനുവരി 1 നീതി ആയോഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് ഫുൾ ഫോം, അതേപോലെ സ്ഥാപിതമായ ഡേറ്റും നിലവിൽ വരികയും ചെയ്തു. നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, കാർഷിക മേഖല മിശ്ര കാർഷിക ഉൽപ്പാദനത്തിലൂടെ പുരോഗതിയിലെത്തിക്കുക, പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക്